സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിനൊരുങ്ങി പുത്തൂർ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാർക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് പാർക്കിലേക്ക് വിവിധ മേഖലകളിൽ നിന്നുള്ള ഘോഷയാത്രയും തുടർന്ന് 4 മണിക്ക് ഉദ്ഘാടന പരിപാടിയും ആരംഭിക്കും. നാട് കാത്തിരിക്കുന്ന ചരിത്ര നിമിഷത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായിട്ടുള്ള ജോൺ കോ ആണ് ഈ സൂ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മൃഗങ്ങളെ കാണാൻ മാത്രമുള്ള ഒരു മൃഗശാലയല്ല ഇത്. മൃഗശാല എന്ന കൺസെപ്റ്റിൽ നിന്നും വളരെ വിഭിന്നമായി ഒരു പ്രകൃതിയുടെ പഠനശാലയായിട്ട് ഇത് മാറുകയാണ്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തെ ഒരു ടൂറിസ്റ്റ് കോറിഡോർ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അതിന്റെ അന്ത്യഘട്ടത്തിലായി. അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രമായി അതല്ലെങ്കിൽ അതിന്റെ അച്ചുതണ്ടായി സുവോളജിക്കൽ പാർക്ക് പ്രവർത്തിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുവഴി പീച്ചി, ഒരപ്പംകെട്ട്, നമ്മുടെ കച്ചിത്തോട് ഡാം, വാടാനി, ചിമ്മിനി ടൂറിസം കേന്ദ്രങ്ങൾ ഇതിനെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് തൃശ്ശൂർ ജില്ല തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് കോറിഡോറാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് എത്തിച്ചേരുന്നവർക്ക് തൃശ്ശൂർ മാന്നാമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം സൗജന്യ യാത്രയും ബസ് ഉടമകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞാലും ജനുവരിയോടെ മാത്രമാകും പൊതുജനങ്ങൾക്കായി പാർക്ക് നിയന്ത്രിതമായി തുറന്നു കൊടുക്കുകയുള്ളൂ. സൊസൈറ്റി രൂപീകരിച്ച് പാർക്കിന്റെ നടത്തിപ്പ് നിർവഹിക്കാനാണ് ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചില വർഷങ്ങളിൽ ആഭ്യന്തര വരുമാനം കൊണ്ട് മാത്രം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. നേരത്തെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CSRും മറ്റൊന്ന് ഇതിന്റെ ആഭ്യന്തരമായി രൂപീകരിക്കുന്ന വരുമാനം, മൂന്നാമത്തത് ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ടിലൂടെയുള്ള പിന്തുണ. ഈ 3 ഘടകങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചാരിറ്റബിൾ ആക്ട് പ്രകാരമുള്ള ഒരു സൊസൈറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ഇതിന് പൂർണ്ണമായി അങ്ങനെ തന്നെ നിലനിൽക്കാനുള്ള സംവിധാനം ഉണ്ടാകും. പാർക്കിന്റെ പ്രവർത്തനത്തോടെ വൻ വികസന കുതിപ്പാണ് പുത്തൂരിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ വർഷം തന്നെ പാർക്കിന്റെ പരിസരത്ത് 100 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ നടക്കുമെന്ന് മന്ത്രി രാജൻ അറിയിച്ചു. 2025 പൂർത്തിയാകുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് ഒരു 100 കോടി രൂപയുടെയെങ്കിലും നിക്ഷേപം ഇതിന്റെ ചുറ്റളവിൽ വരാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 2025 തന്നെ പുത്തൂർ മേഖലയിൽ ഇതിന് സമാന്തരമായി വരാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുകയാണ്. ഒരു നാട് വളരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൗകര്യം അതാണ്. TCV തൃശ്ശൂർ.